ഗേൾ ഷോർട്ട് ബോയ് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന് റീല് ഭയങ്കര വൈറലായ രണ്ട് താരങ്ങളാണ് നിന്നോടൊപ്പം ഉള്ളത്. അപ്പൊ വെൽക്കം ചെയ്യാം ഋതു ആൻഡ് വൈശാഖ്. വെൽക്കം ടു ഷോ. നിങ്ങളുടെ ഒരു സ്റ്റോറി എന്താണ്? കാരണം ചേട്ടൻ ബസ് ഡ്രൈവർ ആണ്. വീഡിയോസ് കാണുമ്പോൾ ചേച്ചി ബസ് ഡ്രൈവറിന്റെ അടുത്തൊക്കെ ഇരിക്കുന്നു. നിങ്ങൾ അങ്ങനെയാണോ ലവ് സ്റ്റോറി? ഇപ്പം പ്രൈവറ്റ് ബസ്സിൽ പോകുന്നു, കാണുന്നു, അങ്ങനത്തെ സ്റ്റോറിയാണോ നിങ്ങളെ? അങ്ങനെയല്ലായിരുന്നു. അതായത് ഞാൻ സെപ്പറേറ്റഡ് ആണ്. അപ്പൊ ഒരുപാട് പേർക്ക് ഒരു കുട്ടിയുണ്ട്, ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. നമുക്ക് ഒരു കെയറിങ് കാര്യങ്ങളും നമ്മുടെ കാര്യം നമ്മൾ അന്വേഷിക്കേണ്ട ആള് വേണം എന്നൊരു ഇത് വരും. പക്ഷെ പുറത്തെ ആൾക്കാരത് വേറെ തിങ്ക് എന്നാലും ഒരു കുട്ടിയൊക്കെ ഉണ്ട് എന്നിട്ട് അക്സെപ്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് ആൾക്കാർ. അതല്ല ഏഞ്ചലെ, നമുക്കൊരു കുട്ടി ഉണ്ടെന്ന് കരുതിയിട്ട്. ഇപ്പം ചേട്ടൻ ബസ് ഡ്രൈവറൊക്കെ ആയതുകൊണ്ട് ഒത്തിരി ഗേൾസ് ഫാൻസ് ഒക്കെ കാണുമല്ലോ. കാരണം ഇപ്പൊ കുറെ പെമ്പിളർക്ക് ബസ് ഡ്രൈവർ ചേട്ടൻ വണ്ടി തിരിക്കുന്നു, ഗിയർ ചേട്ടൻ മാസാണ് കെട്ടുന്നെങ്കിൽ ഇങ്ങനത്തെ ചേട്ടനെ കെട്ടണം എന്നൊക്കെ പറയുന്ന കുറെ പിള്ളേരുണ്ട്. അതും അപ്പൊ ഫാൻസ് വരാറുണ്ടോ ബസ്സിലൊക്കെ ഇരിക്കുമ്പോ? പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും വന്നിട്ട്. ചേച്ചി മനഃപൂർവ്വം ഇപ്പൊ ഒരു വൈറലാവാനോ റീച്ച് ആവാൻ വേണ്ടിയിട്ടാണോ ഈ ഹൈറ്റിന്റെ? അതായത് ഞാൻ വീഡിയോ നോക്കുന്ന സമയത്ത് എല്ലാ വീഡിയോയിലും ഇങ്ങനെ ചേട്ടൻ ആദ്യം ഹൈറ്റ് നിൽക്കും, എന്നിട്ട് പറയും താന്നിട്ട് ഹീൽസ് മാറ്റിയിട്ട് ആ ഒരു ബേസിലേക്കാണ്. അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അപ്പൊ ചേട്ടനെ ഒരു ഇതാക്കിയിട്ട് അല്ലെങ്കിൽ ചേട്ടൻ നെഗറ്റീവ് വരുമെന്ന് അറിയാം, അപ്പൊ അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. മനഃപൂർവ്വം ചെയ്യുന്നതാണ്. നിങ്ങള് ഷോർട്ട് ഗേൾ ടോൾ ബോയ് എല്ലാരും അക്സെപ്റ്റ് ചെയ്യുന്നു, സ്റ്റോറി ഇടുന്നു, നല്ല കമന്റ്സ് ഇടുന്നു. തിരിച്ചൊരു പെൺകൊച്ചിന് പൊക്കം വന്നു, ആൺകൊച്ചിന് ഹൈറ്റ് കുറഞ്ഞാൽ എന്താ പ്രശ്നം? ഹൈറ്റ് കുറഞ്ഞ ആമ്പിള്ളേരും ഉണ്ട്, അവർക്കും ഞാനൊരു കമന്റ് ഉണ്ട്, എന്നാലും എന്റെ പൊട്ടാ നീ ഇതെങ്ങനെ ചേച്ചി ഇതിനു മുമ്പ് മറ്റേ ഭാവനയുടെ ഒരു മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ എയറിൽ നിന്ന സമയം ചെറിയൊരു കട്ടുണ്ടെന്നായാലും പറഞ്ഞിട്ടുണ്ടോ ഭാവനയുടെ? ഈ കട്ട് അപ്പം ആൾക്കാർക്ക് അപ്പൊ ഒരു ഇതുണ്ട്, നമുക്ക് ഹൈറ്റ് ഉള്ള പെമ്പിള്ളേരെ നമുക്ക് ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ ചിലവർക്ക് നാണക്കേട് പോലെയാണ് ഹൈറ്റ് ഉള്ള പെണ്ണിനെ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ലായിരുന്നു, ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ഹായ്, ഞാൻ അശ്വതി. ഫൺ വിത്ത് സ്റ്റാറിലെ പുതിയ എപ്പിസോഡിൽ എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം ഉള്ള രണ്ട് കിടിലും വൈറലായിട്ടുള്ള രണ്ട് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്. നമ്മൾ വൈറലായിട്ടുള്ള കുറെ കണ്ടന്റ് കണ്ടിട്ടുണ്ടായിരിക്കും, ഷോർട്ട് ഗേൾ ടോൾ ബോയ് എന്നൊക്കെ. പക്ഷെ ആ കോൺസെപ്റ്റ് മാറ്റി ടോൾ ഗേൾ ഷോർട്ട് ബോയ് എന്നൊരു കോൺസെപ്റ്റ് കൊണ്ടുവന്ന് റീല് ഭയങ്കര വൈറലായ രണ്ട് താരങ്ങളാണ് എന്നോടൊപ്പം ഉള്ളത്. അപ്പൊ വെൽക്കം ചെയ്യാം ഋതു ആൻഡ് വൈശാഖ്. വെൽക്കം ടു ഷോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. റീൽസ് ഒക്കെ എന്നും ഇങ്ങനെ ഇട്ടോണ്ടിരിക്കുവോ? ഡെയിലി ഇടാറുണ്ട്. ഓക്കെ. അപ്പോ നിങ്ങളുടെ ഒരു കണ്ടന്റ് എന്ന് വെച്ചാ ടോൾ ഗേൾ ഷോർട്ട് ബോയ്, അതാണ് കണ്ടന്റ്. ഓക്കെ, അതില് ഒത്തിരി കമന്റ്സ് ഞാൻ കണ്ടു. അതൊന്നും നിങ്ങൾക്ക് ഒരു വിഷയമേ ഇല്ല ചേട്ടൻ? ഒരു പ്രശ്നമല്ല. ഭയങ്കര സീനാണ് പുള്ളിക്കാരൻ. ഈ കമന്റ്സ് കാണുമ്പോ ഞാൻ വിചാരിക്കുന്ന ആ പാവം ചേട്ടൻ എന്ത് വിഷമമായിരിക്കും. പക്ഷെ അത് നെഗറ്റീവ് വരട്ടെ, എങ്ങനെയാണ് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായില്ല? എല്ലാരും പറയണേ ആ ചേച്ചി ചേട്ടനെ താത്തിക്കെട്ടി പറയുന്നു, കൊച്ചാക്കുന്നു. ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ. ശരിക്കും ഞാൻ നോക്കുമ്പോഴല്ലോ ഇവിടെ ഞാനല്ലേ താത്തി കെട്ടണേ. അത് ഞാൻ റീലില് ഹീലിട്ടോണ്ട് വരുമ്പോ ഹീൽ ഊരിക്കുന്നു, ഫ്ലാറ്റ് ഇടിക്കുന്നു. അപ്പൊ ഞാനല്ലേ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ പെൺകുട്ടിക്ക് ഹൈറ്റ് ഉള്ളപ്പം കണ്ടോ, ഒന്നാമത് പാവം പോലെ ഇരിക്കുന്നു. അപ്പൊ ആ ചേച്ചി കൊച്ചാക്കി പറയണു. ആ ഒരു ഇതാണ് നമുക്ക് വരുന്ന കൂടുതലായിട്ടും. നിങ്ങളപ്പോ റിയൽ ആയിട്ട് കപ്പിൾസ് ആണോ, റിലേഷൻഷിപ്പ് ആണോ? അപ്പൊ എന്താണ് പറയാ അറിയത്തില്ലേ? അല്ല, ഇതിന്റെ എല്ലാം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ ആരാണ് എന്താണെന്ന്. ഒഫീഷ്യലി എല്ലാം ഞങ്ങൾ പറയും. അപ്പൊ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്റെ എല്ലാം ആണ്. അപ്പൊ റിലേഷൻ ആണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അതെടുത്തോ, സഹോദരൻ എനിക്ക് തോന്നുന്നില്ലല്ലോ. റിലേഷൻ ആണ്. ഓക്കെ, നിങ്ങൾ ഒരു സ്റ്റോറി എന്താണ്? കാരണം ചേട്ടൻ ബസ് ഡ്രൈവർ ആണ്. വീഡിയോസ് കാണുമ്പോൾ ചേച്ചി ബസ് ഡ്രൈവറിന്റെ അടുത്തൊക്കെ ഇരിക്കുന്നു. കൂടുതലും ഏത് വേയിൽ പ്രൈവറ്റ് ബസ് കാണും. അപ്പം നിങ്ങൾ അങ്ങനെയാണോ ലവ് സ്റ്റോറി? ഇപ്പം പ്രൈവറ്റ് ബസ്സിൽ പോകുന്നു, കാണുന്നു, അങ്ങനത്തെ സ്റ്റോറിയാണോ നിങ്ങളെ? അങ്ങനെയല്ലായിരുന്നു. അതായത് ഞങ്ങള് പരിചയപ്പെടുന്ന നേരത്തെ ഇൻസ്റ്റയിലൊക്കെ എനിക്ക് കണ്ട് കുറെ വീഡിയോസ് കണ്ട് ഞാൻ അങ്ങനെ ഒരു ഫാൻ പോലെയായിരുന്നു. പക്ഷെ നേരിട്ട് കാണുന്നത് അറിയില്ല. പിന്നെ ഞാൻ നോക്കിയപ്പോ സ്ഥിരം പോണ ഒരു പേജ് ഹാൻഡിൽ ചെയ്യണ്ടായിരുന്നു ഒരു ബസ്സിന്റെ. അപ്പൊ അതിലൊക്കെ ഞാൻ ഇടയ്ക്ക് വലിയ പേഴ്സണലായിട്ട് ഞാൻ മെസ്സേജ് അയക്കും. ഞാൻ ഓർത്ത് ശരിക്കും ജാടയാന്നോട്ട് ഓർത്തേ. ജാടയാന്ന് അല്ല, വേറെ ഒന്നുമല്ല, ജാടയാന്ന് ഓർത്തേ. ചിലപ്പോ റിപ്ലൈ ഒന്നും തരില്ല. ഞാൻ വേറെ ഒന്നല്ല ചോദിച്ചത്, നമ്പർ തരുമെന്നോ അങ്ങനെ ഒന്നല്ലേ ചോദിച്ചത്.
നമ്മളെയും കൂടി ഒന്ന് വൈറലാക്കി തരുമെന്ന് ചോദിച്ചോളൂ. ഓക്കെ. പക്ഷെ വൈറലാക്കി അപ്പൊ വയറലോ അല്ലല്ല, ഇത് 1.5 വർഷം മുമ്പ് പുള്ളിനോട് ചോദിച്ചു. ഫസ്റ്റ് 1.5 വർഷം മെസ്സേജ് മുന്നേ. ഞങ്ങൾ ചാറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചോദിച്ചാണ്. അപ്പൊ പറഞ്ഞ എന്നാ വെച്ച് കഴിഞ്ഞാൽ, അല്ല ചേട്ടാ ഞാൻ വേറെ വണ്ടിയുടെ ഒന്നും ഞാൻ എടുക്കാറില്ല, ഞാൻ പോണ വണ്ടിയുടെ ആ പേജ് അതല്ല, ഞാൻ ഒരു വണ്ടിയുടെ പേജ് മാത്രമാണ് ഹാൻഡിൽ അത് മാത്രമേ ചെയ്യുന്നത്, ഒരു വണ്ടി എടുക്കാറില്ല എന്ന് പറഞ്ഞു. അപ്പൊ എന്നാ വേണ്ട, കിട്ടൂലായിരിക്കും എന്ന് പറഞ്ഞു പോയി. പിന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ കമ്പനിയായി കഴിഞ്ഞിട്ടാണ് നമ്മൾ പുള്ളിക്കാരത്തി വരുമ്പോഴുള്ള ആ ബസ് വരുമ്പോഴുള്ള അപ്പോൾ വരുമ്പോൾ ഞാൻ സ്റ്റാൻഡിലുണ്ടാവും, കാണും. പക്ഷെ ഹായ് ആയിരുന്നു, ഒരു ഹായ് പറഞ്ഞിട്ട് അങ്ങ് പോകും. അങ്ങനെയായിരുന്നു. ഹായ് കൊടുത്ത് ഒരു ദിവസം താഴെ കണ്ടു. അതായത് എപ്പോഴും ബസ്സിലുള്ളതാണ്. ഒരു ദിവസം നിലത്ത് കണ്ടു. നിലത്ത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് സംസാരിക്കണേ. പക്ഷെ നിലത്തിട്ട് ഫസ്റ്റ് ചോദിക്കാൻ എന്താ KSRTC എപ്പോഴാ പോയെന്ന്. അതായത് ഞാൻ ഓടിക്കുന്ന വണ്ടിയുടെ മുമ്പ് ഒരു KSRTC ഉണ്ട്. അപ്പൊ അതിന്റെ സമയം അതിപ്പോ പോയേ ഉള്ളോ അതിലെ ഒരു 10 മിനിറ്റ് ആയോ പോയിട്ട് ഞാൻ സമയം ചോദിച്ചാൽ അതിനനുസരിച്ചുള്ള നമുക്ക് മുമ്പോട്ട് ഓടണോ അല്ലെങ്കിൽ പുറകോട്ട് ഇരിക്കണമെന്ന് അറിയാനുള്ള ഒരു ഇതുള്ളൂ. നമുക്ക് ആള് വേണമല്ലോ. ഇപ്പോൾ ഒരു വണ്ടി പോയതിന്റെ പുറകെ തന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് ആള് കിട്ടത്തില്ലല്ലോ. അപ്പൊ പുള്ളിക്കാരത്തി അങ്ങനെ സ്റ്റോപ്പിൽ നിൽക്കണുണ്ടായപ്പോൾ ഞാൻ ചോദിച്ചു ഒന്ന് ഇപ്പുറത്ത് വരാൻ പറഞ്ഞു. അപ്പൊ പുള്ളിക്കാരത്തി പനിയാന്ന് പറഞ്ഞു. അല്ല പനി അതൊന്നും കുഴപ്പമില്ല, ഇങ്ങ് വരാൻ പറഞ്ഞു. വന്നു കഴിഞ്ഞപ്പോ അപ്പൊ പുള്ളിക്കാരത്തി ചിലപ്പോൾ വേറെ എന്തെങ്കിലും വിചാരിച്ച എന്തെങ്കിലും കോഴിത്തരം പറയാനായിരിക്കുന്നു. ഞാൻ ചോദിച്ചത് ഫ്രണ്ടിലെ KSRTC പോയത് എപ്പോഴാണ് സമയം വല്ല നോക്കാം. അയ്യോ ചേട്ടൻ ഞാൻ കണ്ടില്ല എന്ന്. വന്ന കുഴപ്പമില്ല പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ ഫസ്റ്റ് വീഡിയോ എന്താണ് വൈറലായത്? അപ്പൊ ഒരു ബോണറ്റിൽ ഇരിക്കുന്ന വീഡിയോ ആണ് ഫസ്റ്റ് വൈറലായത്. തമാശക്ക് ഇട്ടതായിരുന്നു, പക്ഷെ അത് ആക്ച്വലി അതൊരു നല്ല ക്ലിക്കായി. ഒരുപാട് പേര് സ്റ്റോറി ഒക്കെ ആയിരുന്നു, അങ്ങനെയൊക്കെ ഒരു തോന്നുന്നു. പിന്നെ ഞങ്ങൾ കുറെ നാൾ ഗ്യാപ്പ് എടുത്തു അല്ലേ. പിന്നെ ഗ്യാപ്പ് എടുത്തു കുറെ പേര് ഇപ്പൊ മോട്ടോർ വെഹിക്കിളിന്റെ ഇതിലൊക്കെ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോ ഇരിക്കരുതെന്നല്ല, അങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വിഷയത്തിന്റെ ലൈസൻസിനെ ബാധിക്കും, പ്രശ്നമായി. ഇനിയിപ്പോ ഞാൻ കാരണം പുള്ളിക്ക് ജോലി പോകണ്ട, സംസാരം വരണ്ടെന്ന് നമുക്കൊരു നമ്മൾ കാരണം ആ ഒരു ഇത് വന്നു. പിന്നെ കുറച്ച് സ്ഥലത്തേക്ക് ബ്രേക്ക് എടുത്തു. പിന്നെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയോ ഞങ്ങൾ വീഡിയോ ഒക്കെ ചെയ്തു. എപ്പോഴപ്പോ നിങ്ങളൊരു റിലേഷനിലോട്ട് പോയി തുടങ്ങി? ആരാ പ്രപ്പോസ് ചെയ്തത്? പ്രപ്പോസ് ചെയ്ത് ഞാനാ. എന്തായിരുന്നു ആ പ്രപ്പോസൽ? എങ്ങനെയാ പറഞ്ഞു? പ്രപ്പോസിലേക്ക് പോയെന്ന് പറഞ്ഞാൽ തൊടുപുഴയിൽ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയതാ. തൊടുപുഴയിൽ സ്റ്റാൻഡിൽ വെച്ച്. ഞാൻ അപ്പോൾ അന്ന് ഫ്രീ ആയിരുന്നു. അന്ന് എനിക്ക് ഡ്യൂട്ടി ഉണ്ടായില്ല. അപ്പോൾ ഞാൻ ചുമ്മാ കാണാൻ പോയി. വിളിച്ച സമയത്തൊക്കെ ചെന്നു. പിന്നെ എന്നാ പറയുക, കോണ്ടാക്ട് ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ പഠിക്കാൻ പോകുമ്പോൾ നേരത്തെ വൈറ്റിലെ വഴിയൊക്കെ ആയിരുന്നു പോയിക്കോളൂ. അപ്പോൾ ഞാൻ സമയത്തിന് വീട്ടിൽ നിന്നോ ഇതൊക്കെ ചോദിക്കും, ഒരു കെയറിങ് പോലെ. ഞാൻ സെപ്പറേറ്റഡ് ആണ്. അപ്പൊ ഒരുപാട് പേർക്ക് ഒരു കുട്ടിയുണ്ട്, ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പൊ അതിപ്പോ എനിക്ക് ഫുള്ളായിട്ട് പറയാൻ താല്പര്യമില്ല. എല്ലാവർക്കും അറിയാൻ ഞങ്ങൾ പബ്ലിക്കായിട്ട് വീഡിയോസ് എല്ലാം ചെയ്യുന്നേ. അപ്പൊ ആ ഒരു ടൈമില് നമുക്ക് ഒരു കെയറിങ് കാര്യങ്ങളും നമ്മുടെ കാര്യം നമ്മൾ അന്വേഷിക്കേണ്ട ആള് വേണം എന്നൊരു ഇത് വരും. പക്ഷെ പുറത്തെ ആൾക്കാരത് വേറെ തിങ്ക് ചെയ്യാം. ഇപ്പൊ മാറി. എന്നാലും ഒരു കുട്ടിയൊക്കെ ഉണ്ട് എന്നിട്ട് അക്സെപ്റ്റ് ചെയ്യും. ഇതൊക്കെയാണ് ആൾക്കാർ. അതല്ല ഏഞ്ചലെ, നമുക്കൊരു കുട്ടി ഉണ്ടെന്ന് കരുതിയിട്ട് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ആൾക്ക് ഒരു സെക്കൻഡ് മാരേജിന് ഓപ്ഷൻ ഇല്ലേ? അതെങ്ങനെ അവിഹിതമാകും നമുക്ക്? ഞങ്ങൾ പബ്ലിക്കായിട്ട് വീഡിയോസ് രഹസ്യമായിട്ടൊന്നുമില്ല, പരസ്യമായിട്ട് വീഡിയോസ് ഇടുന്നു. എന്തുണ്ടെങ്കിലും ഞങ്ങൾ സോഷ്യൽ മീഡിയയില് ഇൻസ്റ്റാഗ്രാമില് സ്റ്റോറി ഇടുകയോ പോസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യും. പക്ഷെ ആൾക്കാർ ഡൗട്ട് നിങ്ങൾ മാരീഡ് ആണോ, ആ കൊച്ചു നിങ്ങളുടെ ആണോ, അങ്ങനത്തെ ഒരു തോട്ടൊക്കെ കാണത്തില്ല ആൾക്കാർ. അത് പുതിയതായിട്ട് കാണുന്ന പിള്ളേരൊക്കെ, പ്രത്യേകിച്ച് പെൺപിള്ളേര് ആണ്. പെൺപിള്ളേരാണ് പ്രശ്നം. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ചേച്ചിക്ക് ഇപ്പൊ കുട്ടി ഉണ്ടെന്ന് അറിഞ്ഞിട്ടും ചേട്ടൻ അത് അക്സെപ്റ്റ് ചെയ്തല്ലേ? എനിക്ക് ഇവളെ വേണം, ഇഷ്ടമാണ്, അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. സോ അതൊക്കെ നൈസ് മൈൻഡ് ആട്ടോ. ഇപ്പം സത്യം കുറെ ആൾക്കാർക്ക് കുട്ടി ഉണ്ടെങ്കിൽ കുറച്ച് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ആണുങ്ങളുണ്ട്. പക്ഷെ അതൊന്നും വീട്ടിൽ കൊണ്ടുവരാൻ പറ്റത്തില്ല, നോക്കാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെ ഒരു ഇതുണ്ട്. പക്ഷെ എന്റെ ബേബി പുള്ളിനെ എല്ലാരും വിളിക്കുന്ന പെപ്പേന്നാ. കൊച്ചു പോലും വിളിക്കുന്ന പെപ്പെ. കൊച്ചു വന്നു കഴിഞ്ഞാൽ പുള്ളിയുടെ അടുത്ത് തന്നെ ഫുൾ ടൈം കൂടുതൽ. അതെന്താ പെപ്പെ എന്ന് വിളിക്കുന്നത്? അത് ഞാൻ പറയാം. ആന്റണി പെപ്പയുടെ വലിയ ഫാനാണ് പുള്ളി. അപ്പൊ അങ്ങനെ എല്ലാരും വിളിച്ച് പെപ്പെ പെപ്പെ. അതാണോ കയ്യിൽ പെപ്പെ എന്നൊക്കെ ടാറ്റു അടിച്ചിരിക്കുന്നത്? ഇത് കാണുന്ന പെപ്പെ ഒരു പെണ്ണിന്റെ ഇല്ല, ഇത് ഞാൻ ന്യൂ ഇയറിന് എനിക്ക് ഓൾറെഡി കുറെ, ഇതെന്റെ മാരേജിന് മുമ്പുള്ള ഒരു ടാറ്റു ആണ്. കപ്പൽ ടാറ്റു ആയിരുന്നു. ടോം ഉണ്ടായിരുന്നു, ടോം പോയി. അപ്പൊ ചെറിയ മാത്രമേ ഉള്ളൂ. അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ പുള്ളി ഇങ്ങനെ എന്തെങ്കിലും എന്താ പറയുകയൊക്കെ ചെയ്യും. അപ്പൊ ഞാൻ സർപ്രൈസ്ഡ് ആയിട്ട് ന്യൂ ഇയറിന്, ഈ വർഷം അല്ലേ, ഈ വർഷം ന്യൂ ഇയറിന് സർപ്രൈസ് ആയിട്ട് അതൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതാ കണ്ടോ അത് ടാറ്റു എന്ന് പറഞ്ഞിട്ട് നോക്കി. ഇപ്പൊ പെപ്പെ. പുള്ളി ഭയങ്കര, ഞാൻ പറഞ്ഞു നെഞ്ചത്ത് എന്റെ പേരിക്കണം. അയ്യോ നെഞ്ചത്ത് പേരോ ചുമ്മാ. എനിക്ക് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഓരോരുത്തർക്ക് ഓരോ താല്പര്യങ്ങളല്ലേ. ഞാനിപ്പോ എനിക്കൊരു ഇഷ്ടമുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു. ഇപ്പൊ എനിക്ക് കിട്ടാത്ത കാര്യങ്ങളെല്ലാം സ്നേഹം, കെയറിങ്, എന്റെ ജോലി സംബന്ധമായ കാര്യങ്ങളെല്ലാം സപ്പോർട്ടായിട്ട് പുള്ളി നിൽക്കുന്നുണ്ട്.
അപ്പൊ നമുക്ക് അതല്ലേ വേണ്ടത്. എന്താ പറയാ, ഞാനൊരു സിംഗിൾ മദർ ആണ്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വേണ്ട കെയറിങ് കാര്യങ്ങൾ സപ്പോർട്ട്, ഇപ്പൊ ഞാനിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ സപ്പോർട്ടാണ്. ഒരുപാട് വർക്ക്സും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്, അതിന് പുള്ളിയുടെ സപ്പോർട്ടാണ്. അപ്പൊ നമ്മുടെ അതൊരു ഇഷ്ടം, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. ഓക്കെ ഓക്കെ. ഇപ്പം ചേട്ടൻ ബെസ്റ്റ് ഡ്രൈവർ ഒക്കെ ആയതുകൊണ്ട് ഒത്തിരി ഗേൾസ് ഫാൻസ് ഒക്കെ കാണുമല്ലോ. കാരണം ഇപ്പൊ കുറെ പെമ്പിളർക്ക് ബെസ്റ്റ് ഡ്രൈവർ ചേട്ടൻ വണ്ടി തിരിക്കുന്നു, ഗിയർ ചേട്ടൻ മാസാണ് കെട്ടുന്നെങ്കിൽ ഇങ്ങനത്തെ ചേട്ടനെ കെട്ടണം എന്നൊക്കെ പറയുന്ന കുറെ പിള്ളേരുണ്ട്. അതും സ്കൂൾ +1 +2 10 അല്ലേ. അപ്പൊ ഫാൻസ് വരാറുണ്ടോ ബെസ്റ്റിലൊക്കെ ഇരിക്കുമ്പോ? പ്രൊപ്പോസ് ചെയ്തിട്ടുണ്ട് രണ്ടുപേരും വന്നിട്ട്. ഞങ്ങളുടെ കാര്യം അറിയത്തില്ലായിരുന്നു. ഒരു പ്രാവശ്യം വന്നിട്ട് ഇവിടെ കല്ലൂര് ഉണ്ട് കല്ലൂര് എന്തുണ്ടെങ്കിലും A to Z അപ്പൊ പറയാൻ എന്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, എടി ഇങ്ങനെ ഒരു കുട്ടി വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ റിലേഷൻ ഉണ്ടോ? എന്തിനാന്ന് വെച്ചു, റിലേഷൻ ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആ കുട്ടി വന്നിട്ട് ഞങ്ങളുടെ ബോണറ്റിലെ വീഡിയോ കണ്ടിട്ട് ഋതുസായിട്ടാണോ റിലേഷൻ? ആ അതെ. അതിന്റെ പിറ്റേ ദിവസം ആ കുട്ടീനെ കണ്ടിട്ട് ഞാൻ സംസാരിച്ചു, ചേട്ടന് റിലേഷൻ ഉള്ളവരെ അറിയത്തില്ലായിരുന്നു വെച്ചു. ചേച്ചി സോറി, കലിപ്പൊന്നുമില്ല, ഞാൻ എല്ലാവരുടെ ഫ്രണ്ട്ലിയാ, എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്. ചിരിച്ചോണ്ട് പറഞ്ഞാണ്. ഇല്ല നമ്മൾ ഇന്ന് സംസാരിച്ചു, കൊച്ചിന് ഇഷ്ടമുണ്ടായിട്ടായിരിക്കുമല്ലോ പറഞ്ഞു ഇല്ല ചേച്ചി എന്ന് പറഞ്ഞു. അപ്പൊ അതാ കേസാണ് വിട്ടു. പിന്നെ ആ കൊച്ചു ബസ് വന്നിട്ട് ബസ്സിൽ വന്നിട്ടില്ല. എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു, എന്നെ ബ്ലോക്ക് ചെയ്തിട്ട് പോയത്. പിന്നെ ആ കൊച്ച് എനിക്ക് തോന്നുന്നു കാണാറുണ്ട്. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ചേച്ചിക്ക് അപ്പൊ ഈ പ്രപ്പോസലൊക്കെ വരാറുണ്ടോ? എനിക്ക് സത്യം പറയാം പ്രപ്പോസൽ ഒന്നും വരാറില്ല. ഓക്കെ. നേരത്തെ കോമഡി ഉത്സവം അല്ലെങ്കിൽ ഇപ്പം അമൃതയില് സ്റ്റാൻഡപ്പ് കോമഡി ചെയ്തിട്ടുണ്ട്. അപ്പൊ സ്റ്റാർട്ടിങ് എന്തായിരുന്നു ഇതിലുള്ള ജേണി? ആദ്യം ഏതിലായിരുന്നു നോക്കിയത്? ആദ്യം ഞാൻ ഫസ്റ്റ് ഫ്ലവേഴ്സിലായിരുന്നു. അതൊരു 4-5 വർഷമായിട്ടുണ്ട്. ആ ടൈമിലൊക്കെ ഇങ്ങനെ സിനിമ അഭിനയിക്കണം അല്ലെങ്കിൽ ആക്ടിങ് താല്പര്യം ഉണ്ടായിരുന്നു. ചെറുപ്പം പോലെ താല്പര്യമൊന്നുമില്ല. ഇടക്കാലം വെച്ചിട്ടുണ്ടല്ലോ. ഏതൊക്കെ പടത്തിലുണ്ട് ചെറുതായിട്ട് മറ്റേ കേശവനാഥന്റെ അടുത്ത് പറയുന്ന പോലെ പൊടുതേ ഞാൻ ആ തല അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചെറുതൊക്കെ ആയിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായി ആക്ടിങ് എനിക്ക് പറ്റിയ പരിപാടിയല്ല, അതിന് വിട്ടു. പിന്നെ അങ്ങനെ തോന്നിയത് എന്താ പറയാ, എന്റെ കറക്റ്റ് നിങ്ങൾ അവിടെ സൈഡിൽ ഇരുന്ന് ഇതാണ് സൈലന്റ്. ഇല്ല, എനിക്ക് സൗണ്ട് ആയിട്ട്, അതായത് നമ്മുടെ സൗണ്ട് വെച്ച് ഐഡന്റിഫൈ എന്താ പറയാ, നമുക്കൊരു ഇത് കിട്ടണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം ഞാൻ സ്പോട്ട് ഡബിങ് ഓരോരോ ആൾക്കാരുടെ സൗണ്ട് ഒക്കെ എടുത്തു തുടങ്ങി. അങ്ങനെയൊക്കെ ഇപ്പം നമ്മുടെ ശബ്ദം വെച്ചിട്ട് നമുക്ക് അറിയണം. ഇപ്പൊ ഏഞ്ചലിന്റെ അക്കൗണ്ട് നോക്കി അറിയാം. എന്റെ ഓൺ വോയിസ് വെച്ച് ഒരുപാട് വീഡിയോസ് അല്ലേ, ഒരുപാട് വീഡിയോസ് കത്തിപ്പോയത്. ഞാനൊരു അമൃതയിലൊരു ഷോയ്ക്ക് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ബ്രൈറ്റ് ബസ് തന്നെ കണ്ടന്റ്. അപ്പം അതില് എന്റെ വീഡിയോ ഫസ്റ്റ് ടൈമാണ്. എന്റെ വീഡിയോ ഒരുപാട് പേരെടുത്ത് കട്ട് ചെയ്തിട്ട് അവര് വണ്ടി ഓടിക്കുന്നതും ഗിയർ മാറുന്നത്. അപ്പൊ നമുക്കത് ഭയങ്കര സന്തോഷം. എന്റെ വീഡിയോ എടുത്ത് അത് വണ്ടിക്കാരിടുന്നുണ്ടെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞ ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. അപ്പൊ എനിക്ക് തോന്നി എന്റെ ശബ്ദം ഒരുപാട് പേർക്ക് ഇഷ്ടം, അല്ലെങ്കിൽ ഞാൻ പറയുന്ന രീതി, അല്ലെങ്കിൽ എന്റെ പറയുന്ന ഡയലോഗ് സാധാരണക്കാരെല്ലാരും ഇഷ്ടപ്പെടുന്നുണ്ട്. നമുക്കത് മതി. അപ്പൊ അതാണ് മനസ്സിലായി. ഇപ്പം റീൽസ് കൂടുതലും വൈറലാവുന്ന നിങ്ങളുടെ ഹൈറ്റിന്റെ ആണ്. ചേച്ചിക്ക് എത്ര ഹൈറ്റ് ഉണ്ടാക്കി? ഹൈറ്റ് സത്യം പറയാൻ നോക്കിയിട്ടില്ല, നോക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുമില്ല എനിക്ക്. എന്നാലും എത്രയായിരിക്കും ഒരു ഹൈറ്റ്? എനിക്ക് തോന്നുന്നു ഒരു 170 ഉണ്ടാവോ, എനിക്ക് അറിയത്തില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് അറിയത്തില്ല. ഞാൻ നോക്കേണ്ട ആ ഒരു ആവശ്യം വന്നിട്ടില്ല. അപ്പോ നിങ്ങൾ ഇതുപോലെ ഹൈറ്റിന്റെ വീഡിയോ ഇടുന്ന സമയത്ത് നെഗറ്റീവ് കമന്റ്സ് വരുമ്പോ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നത്? നമ്മളെ തിരിച്ചു വരുന്ന കമന്റ്സ് കുള്ളൻ അങ്ങനെ ഇങ്ങനെ. പക്ഷെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്, കാരണം ഞാനിങ്ങനെ പൊതുവെ എല്ലാരും പറഞ്ഞു ഞാൻ ടോക്റ്റീവാണ് അങ്ങനെയാണെന്ന്. പക്ഷെ പുള്ളി നേരെ തിരിച്ചാ. പക്ഷെ ഈ ഒരു കമന്റ് വരുമ്പോൾ പുള്ളി ഭയങ്കര പോസിറ്റീവായിട്ട് എടുക്കും, നെഗറ്റീവ് വരും. പക്ഷെ ഞാൻ എങ്ങനെ, എനിക്ക് ഭയങ്കര പെട്ടെന്ന് വിഷമാവും. ഇങ്ങനെ പറഞ്ഞല്ലോ, അപ്പൊ ഞാൻ സ്പോട്ടിൽ മറുപടി കൊടുക്കും, പിടിച്ച് ബ്ലോക്ക് ചെയ്യും. നമുക്ക് ആവശ്യമുള്ള നമ്മൾ എടുത്താ പോരെ. അല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞ ബ്ലോക്ക് ചെയ്യണതിനകത്തിനാ അങ്ങനെ അതിന്ന് തന്നെ അതിന് റിപ്ലൈ വന്ന ആൾക്കാർ നോക്കുമ്പോ റീച്ചായി പോകുള്ളൂ. ഓക്കെ. അപ്പം ഫസ്റ്റ് ഒരു ഹൈറ്റിന്റെ വീഡിയോ ഇടുമ്പോൾ പിന്നെ മൊത്തം നിങ്ങളൊരു ഹൈറ്റ് ഇതായിട്ടുള്ള അതൊരു ഹീൽസ് ഇട്ടോണ്ട് വരുമ്പോൾ ചേട്ടൻ പറയാം ഹീൽസ് മാറ്റ്. അങ്ങനെ റിയൽ ലൈഫിൽ അങ്ങനെ ഉണ്ടോ? ഹീൽസ് ഇട്ടോണ്ട് വരുമ്പോ മാറ്റാൻ പറഞ്ഞിട്ടുണ്ട്? അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, അങ്ങനെ ഇടാറില്ല കേട്ടോ. നീ എന്നോട് വരുമ്പോ ഹീൽസ് ഇടണ്ടോ? ഇല്ല, അങ്ങനെ ഇടാറില്ല. ഇല്ല, എന്നോട് ഹീൽസ് ഇടേണ്ട കാര്യം എനിക്ക് വന്നിട്ടില്ല. എന്നെ അറിയാവുന്നവർക്ക് അറിയാം, ഞാൻ എപ്പോഴും ഫ്ലാറ്റ്സ് യൂസ് ചെയ്യാറുള്ളത്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങനെ തമാശക്ക് ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ ഇച്ചിരി മാറി നിൽക്ക്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഞാൻ ഷൂ യൂസ് ചെയ്യാറില്ല. ഇത് എന്തെങ്കിലും ഒരു പൊക്കത്തിന്റെ എന്തെങ്കിലും കാണിക്കിട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ അപ്പൊ ഓൾറെഡി നമ്മള് റീലൊക്കെ എടുക്കാൻ നേരത്ത് ഷൂ ഇടും.
അങ്ങനെ ഞാൻ ജസ്റ്റ് അല്ലെങ്കിൽ ഞാൻ തീരെ പൊക്കം കുറഞ്ഞാനായിരുന്നു. അല്ല സത്യം പറഞ്ഞാൽ നല്ല ഹൈ ഡിഫറൻറ്റ് ഉണ്ട്. ചിലർ കളിയാക്കിയിട്ടുണ്ട് കേട്ടോ, ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു നമ്മൾ കളിയാക്കുമല്ലേ ഇങ്ങനെ, അപ്പം നമുക്ക് ഇനി കണ്ടന്റ് ചെയ്താലോ. ആരും ഇതുവരെ അങ്ങനെ കണ്ടന്റ് ചെയ്തിട്ടില്ല. കളിയാക്കൽ തുടങ്ങിയിട്ടാണ് കണ്ടന്റ്. ഞങ്ങൾ പോസിറ്റീവ് ആയിട്ട് ഞങ്ങൾ കണ്ടന്റ് ആക്കി ഇപ്പൊ അവസാനം കത്തി കയറി. അപ്പൊ ഞങ്ങളത് ചോദിക്കണോ ചേട്ടനാ റീൽ എടുക്കണതല്ലേ? ഞാൻ തന്നെ ഇഷ്ടംപോലെ പക്ഷെ അതിൽ കൂടുതൽ സംസാരിക്കുന്നില്ല കേട്ടോ, വേറെ ഒന്നുമില്ല. അതെ ആ റീൽ കാണണ്ട, ശരി അങ്ങനെ ഞാൻ വെറുതെ മാറി പോവുള്ളൂ. അതിൽ വേറെ അപ്പോ ഈ റിയൽ ലൈഫിൽ പുറത്തു പോയ സമയത്ത് ഫസ്റ്റ് ഒരു ഇതുപോലെ ബോഡി ഷേമിങ്ങോ കളിയാക്കലോ അങ്ങനെ വന്നത് എപ്പോഴായിരുന്നു? ഈ ഹൈറ്റിന്റെ കളിയാക്കുവാന്ന് മനസ്സിലായത് ഫ്രണ്ട്സ് തന്നെ തമാശക്കാണ്, അത് തമാശക്കാ. പക്ഷെ നമുക്കത് അവരെ മനസ്സിലതൊരു ഉള്ളതുകൊണ്ടാണല്ലോ തമാശ രൂപത്തിൽ പുറത്ത് വരുന്നത്. പിന്നെ ഞങ്ങളത് ചിരിച്ച് തള്ളിവിടും. ഈ ഫ്രണ്ട്സ് തമ്മിൽ കളിയാക്കുന്നത് ഫീൽ ആവും? എനിക്ക് ഫീൽ ആകാറുണ്ട്, പുള്ളിക്ക് ഫീൽ ആകാറുണ്ട്. അവരത് ഫണ്ണി രീതിയിലാണെങ്കിലും പക്ഷെ നമ്മുടെ ഉള്ളിലുള്ള കോൺഫിഡൻസ് അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യും. ചില കളിയാക്കല് ഭയങ്കര ഫണ്ണല്ല അല്ലേ? ഞാൻ ഇപ്പൊ പറയുകയാണെങ്കിൽ ഈ ഹൈറ്റിന്റെ കേസ് എടുക്കാൻ മെയിൻ റീസൺ ഇപ്പൊ എല്ലാവരോടും കൂടെ പറയുന്നത്, ഞാൻ പഠിച്ചു വന്ന ടൈമില് ഞാനായിരുന്നു അസംബ്ലിക്കൊക്കെ പോകുമ്പോൾ ഏറ്റവും ലാസ്റ്റ്. അപ്പോൾ എൻ്റെ അടുത്ത് എല്ലാവരും ഇങ്ങനെ കളിയാക്കുമായിരുന്നു. അപ്പം ഞാൻ നല്ല ഭയങ്കര മെലിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എന്നോട് പറയും എല്ലൊക്കെ കൊണ്ടുകയറുന്നു. ഒരുപാട് സത്യമായിട്ട് ഏഞ്ചൽ എനിക്ക് ഒരുപാട് വിഷമം തോന്നിയ കാര്യം, ഞാൻ പഠിച്ചുകൊണ്ട് 10 +1 +2 ഡിഗ്രി ടൈമിലൊക്കെ എന്ത് പൊക്കോ തോട്ടിക്കോല് അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് അന്ന് വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് എനിക്ക് ഭയങ്കര പ്രൗഡാണ് ഹൈറ്റ് ഉള്ളതുകൊണ്ട്. കാരണം ഒരുപാട് മോഡലിംഗിലൊക്കെ ഭയങ്കര ഏഞ്ചലിന് അറിയാലോ, നമ്മളൊരു ജോലിക്ക് വന്നു കഴിയുമ്പോൾ ഇന്നത്തെ കാലത്ത് ഹൈറ്റ് ഉണ്ടോ ഇല്ലേ, ഓക്കെ റിജക്റ്റ്. ഫീൽഡില് പക്ഷെ ഗുണങ്ങളുണ്ട്. ഹൈറ്റ് ഉണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് ഈ നമ്മൾ ചില ജോലി പോലെ ചില ജോലിക്ക് ഹൈറ്റ് വേണം. അപ്പൊ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, പൊക്കമുള്ള പെൺപിള്ളേർ ഒരിക്കലും കളിയാക്കരുത്. ആ പൊക്കം കിട്ടണമെങ്കിൽ ദൈവത്തിന് അനുഗ്രഹം ഉള്ളതാണ് പൊക്കം കിട്ടിയത്. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇപ്പൊ പണ്ട് ഫാമിലി നിനക്ക് ഇത്രയും ഹൈറ്റില്ല, നിനക്ക് എവിടെ നിന്ന് ഒരു കല്യാണ ചെക്കനെ കിട്ടും ഇത്രയും തോട്ട പോലത്തെ ഹൈറ്റില്ല അങ്ങനെയൊക്കെ പറഞ്ഞു? അങ്ങനെ പറഞ്ഞിട്ടൊന്നുമില്ല, ഫാമിലിന്ന് അങ്ങനെ ആരും തന്നെ പറഞ്ഞിട്ടില്ല. പക്ഷെ കൂടെ നിൽക്കുന്ന ഫ്രണ്ട്സ് തന്നെ പറയുമ്പോഴാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഫാമിലി എന്ന് പറഞ്ഞാൽ പോട്ടെ കുഴപ്പമില്ല, പക്ഷെ നമ്മളറിയാം നമ്മുടെ ഫ്രണ്ട്സ് കൂടെ നിന്ന് കളിയാക്കുമ്പോഴാണ്, ഫ്രണ്ട്ഷിപ്പ് ആണല്ലോ നമുക്ക്, അവരാണല്ലോ നമുക്ക് സപ്പോർട്ട് ചെയ്യേണ്ടത്. സപ്പോർട്ട് ചെയ്യേണ്ടവർ എന്നെ കളിയാക്കുമ്പോൾ തമാശയായിരിക്കും ചിലപ്പം, പക്ഷെ അത് ചിലപ്പോൾ അതിന്റെ ഉള്ളിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. ഒരുപാട് തവണ എന്നെ കളിയാക്കിയിട്ടുണ്ട്. അപ്പം എനിക്കിപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഭയങ്കര എന്താ പറയാ, ഭയങ്കര സന്തോഷമാണ് ഹൈറ്റിന്റെ കേസ്. ഇപ്പൊ ഞാൻ അല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം. എനിക്ക് തോന്നിയതും അല്ല ബാക്കിയുള്ളവർക്കും തോന്നുന്ന കാര്യമാണ്. ചേച്ചി മനഃപൂർവ്വം ഇപ്പൊ ഒരു വൈറലാവാനോ റീച്ച് ആവാൻ വേണ്ടിയിട്ടാണോ ഈ ഹൈറ്റിന്റെ? അതായത് ഞാൻ വീഡിയോ നോക്കുന്ന സമയത്ത് എല്ലാ വീഡിയോയിലും ഇങ്ങനെ ചേട്ടൻ ആദ്യം ഹൈറ്റ് നിൽക്കും, എന്നിട്ട് പറയും താന്നിട്ട് ഹീൽസ് മാറ്റിയിട്ട് ആ ഒരു ബേസിലാക്കാണ്. അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്. അപ്പൊ ചേട്ടനെ ഒരു ഇതാക്കിയിട്ട് അല്ലെങ്കിൽ ചേട്ടൻ നെഗറ്റീവ് വരുമെന്ന് അറിയാം, അപ്പൊ അത് മനഃപൂർവ്വം ചെയ്യുന്നതാണ്? മനഃപൂർവ്വം ചെയ്യുന്നതാണ്. പക്ഷെ ചേട്ടനെ കൊച്ചാക്കാൻ വേണ്ടിട്ടല്ല, കണ്ടന്റ് എല്ലാം പുള്ളി തന്നെയാണ് ഉണ്ടാക്കുന്നത്, ഞാനല്ല. ഇതാണ് എല്ലാവരോടും പറയാനുള്ള കാര്യം. എല്ലാരും പറയുന്നത് പുള്ളിക്കാരി ആ ചേട്ടനെ താത്തി കെട്ടുന്നു, കൊച്ചാക്കുന്നു. ഞാനൊരു കണ്ടന്റ് പറയും, അപ്പൊ പുള്ളിയാണ് അതിന്റെ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുന്ന പോലെ. പുള്ളി എല്ലാം എഴുതി പറയും എൻ്റെ അടുത്ത്, നമുക്ക് ഇങ്ങനെ ചെയ്യാം. പുള്ളിയാണ് എല്ലാത്തിന്റെയും. അപ്പൊ ശരിക്കും പുള്ളിയല്ലേ എന്നെ കളിയാക്കുന്നത്. അപ്പൊ അതാണ് ഇതെല്ലാരും കണ്ടല്ലോ അല്ലേ, പാവം എല്ലാരും ചേച്ചി എന്നെയാണ് കുറ്റം പറയുന്നത്. റീച്ച് ഉണ്ടാക്കുന്നത്, നീ റീച്ചിന് വേണ്ടിട്ടല്ലേ അവനെ കൊണ്ട് നടക്കുന്നൊക്കെ ഒരു കമന്റ്സ് ഒക്കെ ഞാൻ. അല്ല ഏഞ്ചൽ ഒരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാരും റീച്ചിനുണ്ട്. ഒരു കാര്യം ചോദിച്ചോട്ടെ, എല്ലാരും ഇപ്പൊ നമ്മുടെ കുറെ ലവേഴ്സ്, കുറെ ഇപ്പൊ നമ്മുടെ ഒരു പ്രത്യേകിച്ച് ഈ 2K കിഡ്സ് 90 കിഡ്സ് ഉണ്ട് കേട്ടോ. ഞങ്ങൾ 90 കിഡ്സ് ആട്ടോ. ഒരു കാര്യം പറയാണ്ട്, നിങ്ങൾ 2K കിഡ്സ് അല്ലേ എന്ന് വെച്ചാൽ ഒരുപാട് കമന്റ് ബോക്സിൽ ഞങ്ങൾ 90 കിഡ്സ് ആട്ടല്ല, എന്താ 90 കിഡ്സ് അല്ലേ, ഒരുപാട് പേര് നിങ്ങൾ 2K കിഡ്സ് അല്ലേ, അങ്ങനെയല്ലേ, കാന്താരി അല്ലേ, കലിപ്പനല്ലേ, ഏത് കാന്താരിയും കലിപ്പനല്ലേ, ഞങ്ങൾ എന്ത് 90 കിഡ്സ് അല്ലേ. ഏഞ്ചലോട് ഞാൻ ചോദിക്കുക, നമുക്ക് ഈ ഒരു ഇടയ്ക്ക് ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നു, ഷോർട്ട് ഗേൾ ടോൾ ബോയ് കോംബോ. അതെല്ലാരും ഇപ്പോഴും ഉണ്ട്. ഒരുപാട് ലവേഴ്സ്, ഇഷ്ടംപോലെ ലവേഴ്സ് അങ്ങനെയാട്ടോ, കപ്പിൾസും അങ്ങനെയാണ്. എനിക്ക് എന്റെ ചേട്ടാ ഇത്ര ഹൈറ്റ്, എനിക്ക് അങ്ങനെയൊന്നുമില്ല കേട്ടോ, എനിക്ക് എന്നെ കുറച്ചുകൂടി മതി. അത് ഞങ്ങൾ തിരിച്ചിട്ട് ചെയ്തു. പക്ഷെ അത് ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാ? നിങ്ങള് ഷോർട്ട് ഗേൾ ടോൾ ബോയ് എല്ലാരും അക്സെപ്റ്റ് ചെയ്യുന്നു, സ്റ്റോറി ഇടുന്നു, നല്ല കമന്റ്സ് ഇടുന്നു. തിരിച്ചൊരു പെൺകൊച്ചിന് പൊക്കം വന്നു, ആൺകൊച്ചിന് ഹൈറ്റ് കുറഞ്ഞാൽ എന്താ പ്രശ്നം? ഹൈറ്റ് കുറഞ്ഞ ആമ്പിള്ളേരും ഉണ്ട്, അവർക്കും ഇത് ശരിക്കും കക്കാൻ കാരണം അങ്ങനെയാ. അവര് നോക്കുമ്പോ അവരെ കുറിച്ച് അങ്ങനത്തെ ഒരു പൊക്കം കുറഞ്ഞ ആണുങ്ങളുടെ ഒരു ഭാഗത്തുനിന്നുള്ള ഒരു വീഡിയോ അങ്ങനെ വന്നില്ല. അപ്പൊ നോക്കിയപ്പോ അങ്ങനെ ഒരു ഞങ്ങള് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോ അവർക്ക് അങ്ങനെയുള്ള ആൾക്കാർക്ക് സന്തോഷമാവുമല്ലോ. ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ എല്ലാരും പറഞ്ഞ ഞങ്ങൾ ഇതുപോലൊക്കെ തന്നെയാണ് കുറെ പേര് കമന്റ്. ഞാനൊരു കമന്റ് ഉണ്ട്, എന്നാലും എന്റെ പൊട്ടാ നീ ഇതെങ്ങനെ. ഞാൻ ട്രൈ ചെയ്തടാ, ഞാൻ ട്രൈ ചെയ്ത ട്രൈ കണ്ട അവള്
അല്ല അത് കമന്റ് റിപ്ലൈ കൊടുത്തായിരുന്നു തോന്നുന്നു ഞാനത്. ഞാൻ കാണുന്ന കമന്റ് മൊത്തം ഇതൊക്കെ ഈ പൊട്ടനൊക്കെ എങ്ങനെ കിട്ടുന്നു. ട്രൈ ചെയ്യട്ടെ. ഓക്കെ. അപ്പം ആൾക്കാർക്ക് അപ്പൊ ഒരു ഇതുണ്ട്, നമുക്ക് ഹൈറ്റ് ഉള്ള പെമ്പിള്ളേരെ നമുക്ക് ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ ചിലവർക്ക് നാണക്കേട് പോലെയാണ് ഹൈറ്റ് ഉള്ള പെണ്ണെ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ലായിരുന്നു, ചെറിയൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. എന്നെ നേർന്നല്ല സത്യം ഞാൻ പറയാം സത്യം പറഞ്ഞ ഞാൻ ബസ്സിൽ പോകുമ്പോഴ് പുള്ളിനെ ബസ്സിൽ വെച്ചാൽ കാണുന്നത്. ഈ ബസ് പ്രൈവറ്റ് ബസ് ഒക്കെ ഓടിക്കുന്നവർക്കും ബസ് ഓടിക്കുന്നവർക്കും അറിയാം സീറ്റ് ഹൈറ്റ് ആയിരിക്കും. അപ്പൊ ഞാൻ നോക്കും പുള്ളിക്ക് ഹൈറ്റ് ഉണ്ട്. ഞങ്ങൾ ഡയറക്റ്റ് കാണുന്നത് കല്ലൂർ ചർച്ചിൽ വെച്ചിട്ടാ കാണുന്നത്. പുള്ളി വന്നു കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനെ ഹൈറ്റ് എനിക്ക് ഇങ്ങനെ വെച്ച് നോക്കി, ഹൈറ്റ് എനിക്കല്ല കൂടുതല് പ്രശ്നമാണോ? അല്ല, നമ്മൾ ഓട്ടോമാറ്റിക്കലി അത് നമുക്ക് രണ്ടുപേരെ മനസ്സിലും ഉണ്ടാവും. പുള്ളിക്കറിയാം എന്റെ ഹൈറ്റ് അല്ലേ, കണ്ടിട്ടുണ്ടല്ലോ. പുള്ളിക്കാരത്തി തന്നെ ആദ്യം എപ്പോഴും കാണുന്ന സീറ്റിൽ നല്ല ഹൈറ്റിലാണ് ഇരിക്കണേ. നമ്മള് താഴെയുള്ള ആൾക്കാരെ വരെ നമുക്ക് കാണാം നല്ല ഹൈറ്റിലല്ലേ ഇരിക്കണേ. അപ്പൊ അത് കറക്റ്റ് തന്നെ കഥ പറയുമ്പോൾ മതിലിന്റെ അപ്പുറത്ത് കല്ലിന്റെ ഒക്കത്തായിരുന്നു കയറി നിന്ന് ശ്രീനിവാസിന്റെ അടുത്ത് പറയില്ലേ, കൊച്ചിന്റെ അടുത്ത് പറയല്ലേ, മീന പറയല്ലേ. അത് അന്ന് കുറച്ച് കളറൊക്കെ ഉണ്ടായിരുന്നു, പൊക്കം ഉണ്ടായിരുന്നു. പിന്നെ മതിലിന്റെ അപ്പുറത്ത് വെച്ച് തലയുടെ ഇവിടെ വെച്ചാൽ കണ്ടത്. അപ്പൊ അന്ന് പൊക്കോടാ, പിന്നെയല്ലേ അറിയാം കട്ടപ്പുറത്ത് കയറി ഇരിക്കണായിരുന്നു. അപ്പോ പിന്നെ നിങ്ങൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് ആൾക്കാർ ഇങ്ങനെ നോട്ട് ചെയ്ത് പറയാറുണ്ടോ നിങ്ങൾ ഹൈറ്റ് ഡിഫറൻസ് റിയലി കപ്പിൾസ് ആണോ, ഹൈറ്റിന് പ്രശ്നമൊന്നുമില്ലെന്ന് ചോദിച്ചിട്ടില്ലേ? അങ്ങനെ തരം ചോദിച്ചിട്ടൊന്നുമില്ല, ചോദിക്കേണ്ട ആ ഒരു വന്നിട്ടില്ല. ഞാൻ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് ബസ്സിന്റെ കേസ് ചോദിക്കാറ്. ബസ്സിന്റെ വീഡിയോ ചെയ്യണത് നിങ്ങളല്ലേ ചോദിക്കാറുണ്ട്. ആരും തന്നെ ചോദിച്ചിട്ടില്ല. കമന്റില് ഫേക്ക് അക്കൗണ്ട്സ് വരുന്ന കമന്റ്സ് മാത്രമേ എനിക്ക് ഫീൽ ചെയ്യും കേട്ടോ. നമ്മുടെ ഒരാളെ പറ്റിട്ട് വന്ന് പറയുമ്പോൾ അതിപ്പോ എന്റെ ഫ്രണ്ടോ എന്റെ ഫാമിലി ആരെ പറ്റി പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്യും. ഈ പെമ്പിള്ളേര് കൂടുതൽ ബസ് ഡ്രൈവർമാരെ ഈ കിളിയെ കാട്ടി നോക്കുന്നത് ബസ് ഡ്രൈവറിനെ ആയിരിക്കും. കിളിയെ ആരും മൈൻഡ് ചെയ്യത്തില്ല. എന്തുകൊണ്ടാണ് ഈ ബസ് ഡ്രൈവർക്ക് ഇത്രയും ഫാൻസ് വരുന്നതെന്ന് കേട്ടിട്ടുണ്ടോ? ചേട്ടന്റെ വളവില് വളക്കലും കണ്ടു ശരിക്കും അത് തന്നെയാണോ അതിന്റെ ഒരു റീസൺ പെമ്പിള്ളേര് നോക്കുന്നത്? അങ്ങനെയല്ല, അതിപ്പോ ഓരോരുത്തരുടെ സ്കിൽസ്. ഭയങ്കര സ്കില്ലാന്ന്. ഡ്രൈവിംഗ് ഒരു സ്കില്ലാണല്ലോ. സ്പീഡിലൊക്കെയാണോ ഭയങ്കര സ്പീഡിലൊക്കെ പോകാറില്ല. നമുക്ക് ഓരോ സ്പീഡ് കൂട്ടുന്ന ടൈമിൽ സ്പീഡ് കൂട്ടും. അല്ലാണ്ട് നമുക്ക് ആൾക്കാരെ കാണിക്കാൻ സ്പീഡ് കൂട്ടിയിട്ട് വരില്ല. അങ്ങനെ വേഗം പോകുന്ന ടൈമിൽ എത്തും. അത് ആരും വണ്ടിയിലുള്ള യാത്രക്കാരെ പെമ്പിള്ളേരെ കാണിക്കാൻ സ്പീഡ് കാണിക്കുന്ന വെട്ടിക്കണമൊന്നുമില്ല. അതെല്ലാരും ഒരു ചിന്താഗതിയാ. പറഞ്ഞ മനസ്സിലായില്ലേ? അത് ഇപ്പൊ നമുക്ക് കലൂരിന്ന് കാക്കനാട് വരെ പോണെങ്കിൽ 25 മിനിറ്റ് അല്ലെങ്കിൽ 30 മിനിറ്റ്. ഈ 30 മിനിറ്റിനുള്ളിൽ എത്തിയില്ലെങ്കിലോ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നമുക്ക് സമയത്തിന് ചെല്ലാൻ പറ്റില്ല. അപ്പൊ സമയം ഒരു 5 മിനിറ്റ് വൈകി നമ്മൾ 5 മിനിറ്റ് കവർ ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ കുറച്ച് സ്പീഡിൽ പോകേണ്ടി വരും. മറ്റേ ജഗതി മറ്റേ സിനിമയില് തെക്കേക്കര സൂപ്പർവാസി പോണല്ലേ, അഹമ്മദ് കുട്ടിയുടെ സമയത്ത് കണ്ടിട്ടുണ്ടായിരിക്കും. ഷോർട്സ് ഉണ്ടോ? ഷോർട്സ് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഇതാക്കണ്ട. 2003 2006 അല്ല. അതെന്താ സംഭവം അറിയാം, ഞങ്ങള് റീൽസ് എടുക്കാൻ ചെന്ന ടൈമില് ഞങ്ങളുടെ ക്യാമറമാൻ കൊച്ചയ്ക്ക് പറയല്ലോ പക്ക ക്യാമറമാനുണ്ട്. പുള്ളി കാരണമാണ് ഞങ്ങൾക്ക് അവന് എനിക്ക് തോന്നുന്നു ഏകദേശം ഏഞ്ചലിന് ഒരു ഏജ് ആയിരിക്കും, ഒരു ഏജ് ആയിരിക്കും. പുള്ളിയുടെ ഒരു സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങളുടെ വീഡിയോസ്. ദേവൻ എന്നാണ് പേര്, പറവൂരാണ് പേര്. അപ്പൊ പുള്ളിയുടെ അടുത്ത് എടാ നമുക്ക് മറ്റേ സിനിമയിലെ പോലെ ചെയ്യാം. ഏത് സിനിമ? ഇതേത് സിനിമ? എടാ ഞാൻ കണ്ടിട്ടില്ല. അല്ല കണ്ടിട്ടുണ്ടായിരിക്കും, പേര് മനസ്സിലാവില്ല. സിനിമ ആ സീൻ കണ്ടിട്ടുണ്ട്, ഫോട്ടോ എടുക്കാൻ. ഞങ്ങൾ ആ സീൻ എടുക്കാൻ വേണ്ടിട്ട്, അതായത് അതിനകത്ത് ഓട്ടോമാറ്റിക്കലി ഹൈറ്റിന്റെ ഇതുണ്ടല്ലോ. അപ്പൊ ഞങ്ങൾ എന്നാ കളിയാക്കണ്ട, സിനിമയിലെ ഡയലോഗിന് എടുക്കാന്ന് വെച്ചാൽ ചേച്ചി അത് ഏത് സീന്? ഞാൻ പറഞ്ഞ ശ്രീനിവാസൻ കണ്ടിട്ടില്ല. പക്ഷെ ശരിക്കും നമ്മുടെ ഒരു ഇത് മനസ്സിലായി, ഒരു ടീം മനസ്സിലായി. ഇപ്പൊ അവനാ മൊത്തം എപ്പോഴാ ഈ ഡ്രൈവറിലോട്ട് ജോലിക്ക് ബസ് ഡ്രൈവർ എന്ന് നമ്മുടെ ഡ്രൈവർ ഫീൽഡിൽ വന്നിട്ട് 5-6 കൊല്ലായി. 5-6 കൊല്ലത്തിനുള്ള 2019-20 അറേഞ്ച് വന്നു. അപ്പൊ ഈ ഡ്രൈവർ എന്നുള്ളത് ചില ആൾക്കാര് കൊച്ചായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്, ഇത് ബസ് ഡ്രൈവറാ, അയ്യോ അത് വേണ്ട, അങ്ങനെയൊക്കെ. അപ്പൊ അങ്ങനത്തെ സംഭവം കേട്ടിട്ടുണ്ട്. ഇപ്പൊ ചേച്ചി ആയാലും അങ്ങനെ ആയാലും പറഞ്ഞിട്ടുണ്ടോ അവൻ ബസ് ഡ്രൈവർ അല്ലേ, എന്തിനാ അവനോട് നടക്കുന്ന പോലെ? എന്റെ കൂടെ ഉള്ളവര് തന്നെ എനിക്ക് ഈ ബസ് ഡ്രൈവറാണ് കിട്ടിയിട്ടുള്ളൂ
അപ്പൊ ഞങ്ങൾ റീൽസ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് പുള്ളിയുടെ കൂടെയുള്ള ആൾക്കാർ തന്നെ, അത് മോശക്കേടായിട്ട് പറഞ്ഞല്ല, പുള്ളിയുടെ ആ ഒരു വെച്ചിട്ട് ഞാൻ പോത്തീസിലും, അതായത് ഇപ്പൊ ഇവിടുത്തെ ബ്ലോക്ക് ഒക്കെ താണ്ടി വരും, ഫുഡ് കഴിക്കാൻ സത്യം പറഞ്ഞ സമയം കിട്ടാറില്ല. അപ്പൊ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് 4 ജോളം കുടിക്കലോ ഒരുമിച്ച് ഫുഡ് കഴിക്കലേക്കാൻ ഞങ്ങൾക്ക് സന്തോഷം, ആ ഒരു ടൈമേ ഉള്ളൂ ഞങ്ങൾക്ക്. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, പോത്തീസിൽ ചെന്നിട്ടുള്ള ആൾക്കാർ അറിയാം, അവിടെ ടോക്കൺ എടുത്ത് ഫുഡ് മേടിക്കാൻ നിൽക്കണം. ഞാനിപ്പോ 1/2 മണിക്കൂർ മുമ്പ് നിൽക്കും, ഫുഡ് മേടിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പൊ പുള്ളി പറയും ടൈം കിട്ടില്ല, ഞാൻ ഓടി വാ. അപ്പൊ കൂടെയുള്ള ആള് പറയും, എടാ നീ കാക്കി ഇട്ടോളോ അവളുടെ അടുത്ത് പോത്തീസി പോണേ. അപ്പൊ പുള്ളി പറയും, എടീ ഷർട്ടാകെ മുഷിഞ്ഞിരിക്കുക, കീറിയിരിക്കുക. അനിപ്പോ എന്താ വേറെ ഒന്നിനും വരില്ല, ഫുഡ് കഴിക്കാൻ വന്നല്ലേ, പുള്ളി അങ്ങനെ വന്നിട്ടുണ്ട്, നമുക്കത് പ്രശ്നമൊന്നുമില്ല. അപ്പൊ അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരാള് നമ്മുടെ കൂടെ ഏത് സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാലും നമ്മൾ അയാളെ ജഡ്ജ് ചെയ്ത് ഒരിക്കലും ഡ്രസ്സ് വെച്ചിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുടെ ഫുഡ് കഴിക്കുക, അതാണ് നമ്മുടെ സന്തോഷം. ചേട്ടാ വിട്ട് കളയല്ലോ അടിപൊളിയോടെ. ഇങ്ങനത്തെ ഇപ്പോഴത്തെ കാലത്ത് എനിക്ക് മനസ്സിലായെന്ന് വെച്ചാ, ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികള് നല്ല പൈസ, കാറ്, വീട്, ഡ്രസ്സ് അങ്ങനെ നോക്കി പെൺപിള്ളേർ കൊച്ചി ഇഷ്ടം പോലെ ഞാൻ കാണുന്നുണ്ട്. റിലേഷൻഷിപ്പിൽ പോകുമ്പോഴത്തേക്കും പറയണി അവന് പൈസ ഇല്ല, അല്ലെങ്കിൽ അവൻ ജോലി ഇതാണ്. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ അതൊന്നും എനിക്കൊരു പ്രശ്നമല്ല, നീ എന്റെ കൂടെ എങ്ങനെ നിന്നാ മതി എന്ന് പറയുന്ന പെണ്ണ് സത്യം പറഞ്ഞ ഒരു റയറാണ്. ഇത്രയും പൊക്കി അടിച്ചിട്ട് ലാസ്റ്റ് പറയാ അതല്ലടാ ഞാൻ പറയട്ടെ, ചിലർക്ക് ഓഫീസിലൊക്കെ 12 മേടിക്കുന്നവരും 15 മേടിക്കുന്നവരുണ്ട്. ഇപ്പൊ ഡ്രൈവർമാർ, ഏത് ഡ്രൈവർമാരും ഒരു മാസം നോക്കി കഴിയുമ്പോൾ നമ്മള് ടോർസ്, ടിപ്പർ ടോർസ് ഒക്കെ ഓടിക്കുന്നവർക്കെന്ന് പറയുമ്പോ അത്യാവശ്യം നല്ല ഓട്ടം. ഞാൻ ആദ്യം ടോർസ് ആയിരുന്നു. അപ്പൊ നമ്മള് ഇൻഫോ പാർക്കിന്റെ അങ്ങനെയൊക്കെ ആയിരുന്നു ലോഡ്. ഒരു ലോഡിന് 900 കിട്ടും ഒരു ലോഡ്. അപ്പൊ 5 ലോഡ് ഇവിടെ എടുക്കും. 5 ലോഡ് എടുത്തു കഴിഞ്ഞാൽ ഒരു ഇത്ര രൂപ വരും, 40 AC ആണ്, പാട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട്. 4500 അവിടെ തന്നെ ആയി. നേരെ തമിഴ്നാട്ടിൽ കല്ലെടുക്കാൻ പോകും, തിരിച്ചു വരും. ഒറ്റ ദിവസം കൊണ്ട് തന്നെ 8 രൂപ 9 രൂപ എടുത്ത് ഒറ്റ ദിവസം കേട്ടോ. കല്ലെടുക്കാനോ? ആ കരിങ്കല്ലെടുക്കാൻ തമിഴ്നാട്ടിൽ. അങ്ങനെ അതല്ല ഞാൻ ഏത് കല്ല് മനസ്സിലായില്ല. 8 രൂപ 9 രൂപ എടുത്ത് ഒറ്റ ദിവസം കിട്ടും. അപ്പൊ 6 ദിവസം പണി, ഞായറാഴ്ച ഇല്ല. എന്തായാലും ഞാനൊരു ഒരാഴ്ചയും കൊണ്ട് തന്നെ ഒരു 18,000 രൂപ ആഴ്ചയില് സാലറി ഉണ്ട്. അപ്പൊ പണി നോക്കുമ്പോ എന്നാ ഡ്രൈവറാ. ഈ ഡ്രൈവർമാർക്ക് പൊതുവെ ആൾക്കാർ നോക്കുമ്പോ നല്ല എന്തോ ചുമ്മാ വൈബാണ്, പാട്ടൊക്കെ ഇട്ട് ആൾക്കാർ എടുത്തു പോയത്. പക്ഷെ ഇതിന്റെ റിസ്ക് ഒക്കെ എന്താണ് ഇനി പിറകിലുള്ള ഒരു ഡ്രൈവറിന്? റിസ്ക് അത്ര ആൾക്കാരുടെ സേഫ്റ്റി നമ്മുടെ ഇല്ലേക്കണേ, അതാണ് ഏറ്റവും വലിയ റിസ്ക്. ഏറ്റവും വലിയ റിസ്ക്. അപ്പൊ ചേച്ചി ഇതിനു മുമ്പ് മറ്റേ ഭാവനയുടെ ഒരു മേക്ക് ഓവറും കാര്യങ്ങളൊക്കെ ചെറിയൊരു കട്ടുണ്ടെന്നായാലും പറഞ്ഞിട്ടുണ്ടോ ഭാവനയുടെ? ഈ കട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ക്രോണിക് ബാച്ചിലർ ചെയ്ത് ഞാൻ സ്പെക്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഞാൻ ആ ടൈമില് എന്നോട് കുറെ പേര് പറഞ്ഞു, സത്യം പറഞ്ഞാൽ ഞാൻ പ്രോഗ്രാം മമതയുടെ ചെയ്തപ്പോ എന്റെ അടുത്ത് അവിടുത്തെ സാറുമാര് ഭാവനയില്ലേ ചെയ്ത് അടിപൊളിയായിട്ടുണ്ട്. ചേട്ടാ ഞാൻ ഭാവനയല്ല, ഞാൻ മമതനെ ചെയ്തേ. അപ്പൊ പറയും ഇങ്ങനെ കട്ടുണ്ട്, മോഡുലേഷൻ കാര്യങ്ങളൊക്കെ പറയും. അപ്പൊ ആദ്യം ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പേര് പറഞ്ഞു പരിമളം, ഭാവന കറുത്തു പോയി, മെലിഞ്ഞ ഭാവന, മറ്റേ നാപ്റ്റോൾ ഭാവന, മീശോ അങ്ങനെയൊക്കെ പറയും. പക്ഷെ ഇപ്പൊ ചെയ്യുന്ന വീഡിയോസിന്റെ ഇടയിൽ തന്നെ ഓട്ടോമാറ്റിക്കലി വന്നിട്ട് ഭാവന ചേച്ചിയുടെ കട്ടുണ്ട്. അന്നൊക്കെ നീ എന്നും പറഞ്ഞില്ലല്ലോ. പക്ഷെ എനിക്കതിൽ സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിയാക്കുന്നൊരു കളിയാക്കോട്ടെ, കുഴപ്പമില്ല. നമുക്ക് പറഞ്ഞാൽ ഭാവനത്തിൽ ഭംഗിയൊന്നുമില്ല. പക്ഷെ ഏറ്റവും സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭാവന ചേച്ചി ഒന്ന് കമന്റ് ഇട്ട് എന്റെ ഒരു വീഡിയോയ്ക്ക്, നമുക്ക് അതിലും വലിയ കാര്യം വേറെ വേണ്ട. ഇപ്പൊ എനിക്ക് ചോദിക്കാനുള്ളത്, ഇത് ക്യാമറ നോക്കി പറയണം, ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് ഇപ്പൊ ഇടുന്നവരോട് എന്താ പറയാനുള്ളത്? നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സും കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഇടുന്നതുകൊണ്ട് വീഡിയോ റീച്ച് കയറുന്നുണ്ട്, അതുകൊണ്ട് വീണ്ടും ഇടണം. ഞങ്ങൾക്ക് രണ്ടുപേർക്ക് വിഷമമില്ല, എന്തുകൊണ്ടായിരുന്നു നെഗറ്റീവ് ഇടുമ്പോൾ നിങ്ങൾക്ക് പ്രൊമോഷൻസ് കിട്ടാറില്ല. ഇഷ്ടപോലെ ഇപ്പൊ എല്ലാരും ചോദിക്കുന്ന കേസാണ്. കുറെ പേരൊക്കെ ചോദിക്കാറുണ്ട്, നിങ്ങൾ ഈ ലൈക്ക് വെച്ചിട്ട് വ്യൂസ് വെച്ചിട്ട് എന്താ ഉണ്ടാക്കുന്നത്, ആരും മേടിക്കുന്നുണ്ട്? യെസ്, ഞങ്ങൾ ആരും മേടിക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും. അറിയാത്ത ആൾക്കാരാണ് ഇപ്പൊ എല്ലാരും ചോദിക്കുന്നത്, നിങ്ങൾ ആരും മേടിക്കുന്നുണ്ട് ലൈക്ക് വെച്ചിട്ട്? ഞാൻ ആരും മേടിക്കാറുണ്ട്. ഇപ്പൊ പുള്ളിയും ചെറുതായിട്ട് മേടിക്കാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ. മാസം നമുക്ക് കിട്ടുന്ന ഒരു പേയ്മെന്റ് ഒരു വീഡിയോ പ്രൊമോഷൻ ഇട്ട് നമുക്ക് കിട്ടും. ഇപ്പൊ ഒരുപാട് കൂടുതലും വരുന്ന വണ്ടിയുടെ ഒക്കെയാ. അപ്പം ഇത്രയും നാളെ ഞാൻ അരി മേടിച്ചു, ഇനി ഞങ്ങൾ ഒരുമിച്ചായിരിക്കും അരി മേടിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് ഭാവി കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇപ്പൊ പുറത്തേക്ക് പോകാനൊരു പ്ലാൻ ആയിരുന്നു. ഇതില് ക്ലിക്ക് ആയതുകൊണ്ട് പോകാൻ ചാൻസ് ഇല്ലായിരിക്കും, ഞാൻ എടുത്തില്ല. അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും
ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്റ്റാർട്ടപ്പ് ചെയ്യാനാണ് പ്ലാൻ ഒക്കെ. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. ഇനിയും ഒത്തിരി ഒത്തിരി നല്ല ഉയരങ്ങൾ എത്ര ചേച്ചി ഒത്തിരി സ്റ്റേജിലും കോമ്പറ്റീഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇനിയും ഒത്തിരി ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ. അപ്പൊ ഇനി അടുത്ത് നിങ്ങളുടെ അടുത്ത ഒരു കോംബോ വീഡിയോ എടുക്കാൻ പറ്റട്ടെ ഞാൻ ആശംസിക്കുന്നു. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു.